ഹായ് ഗായ്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടീ വ്ളോഗ്സിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ നേരെ തളിപ്പറമ്പിലേക്കാണ് പോകുന്നത്. എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ ഒടുവള്ളിത്തട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ഒടുവള്ളിത്തട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ റൈറ്റാണ് എടുക്കേണ്ടത്. നമ്മൾ നേരെ വന്നു ഇതിലൂടെ പോയാലും എത്തും, പക്ഷേ മറ്റേത് റൂട്ട് കുറച്ച് കുറവാണ്. ഇത്രയും വളഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഇത് കുറച്ച് വളവാണ്. അപ്പോൾ ഒടുവള്ളിത്തട്ടിൽ നിന്ന് റൈറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ അതുവഴി എത്താം. നമ്മളിപ്പോൾ നേരെ തിരിച്ചു പോയിട്ട് ഒടുവള്ളിത്തട്ടിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്തോ പണി നടക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ നടന്നിട്ട് പോവാണ്. എല്ലാവർക്കും കൂടെ ബൈക്കിൽ കയറി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബൈക്ക് കിട്ടി നമുക്കിത് അതിൽ 3.5 കിലോമീറ്റർ എന്നാണ്. ഒരു 3 കിലോമീറ്റർ ഇവിടുന്ന് അങ്ങോട്ടല്ല ഇങ്ങോട്ടേക്കാണ്. നമുക്ക് 3 കിലോമീറ്റർ പൈതൽമല. ഇതാണ് നല്ല തിരക്കുണ്ട് വണ്ടി. ഏകദേശം നമ്മൾ പൈതൽമല എത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറണമെങ്കിൽ ചെക്കിംഗ് ഉണ്ട് കറക്റ്റ്. ബാഗിനകത്ത് പ്ലാസ്റ്റിക് ഉണ്ടാകാൻ പാടില്ല. പ്ലാസ്റ്റിക് പേപ്പേഴ്സ് ഒന്നും അകത്തേക്ക് കയറ്റില്ല. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേണം വരാൻ. നമ്മുടെ കയ്യിൽ കുറച്ച് പേരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒറ്റ ബാഗിലേക്ക് മാറ്റിയിട്ട് ബാഗ് വേറെ വയ്ക്കാൻ പോകും. ഒരാൾക്ക് 30 രൂപയാണ് ഇങ്ങോട്ട് കയറാനുള്ള ഫീസ്. ഇത് പോവാം. ബാക്കിൽ നല്ല ക്യൂ ആണ്, നല്ല ആളുണ്ട് ഇന്ന്. ഹായ്, പൈതൽമല ഇക്കോ ടൂറിസം. അവിടെയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ഇപ്പോൾ കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്കിവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എണ്ണം കൊടുക്കണം. തിരിച്ചു വരുമ്പോൾ ആ എണ്ണം തന്നെ ഉണ്ടാവണം. അതായത് നമ്മൾ അവിടെ ഒന്നും ത്രോ ചെയ്യാൻ പാടില്ല. പിന്നെ പ്ലാസ്റ്റിക് കവർ ഒന്നും കയറ്റാൻ പറ്റില്ല. ഗിംബലിൻ്റെ ചാർജ് തീർന്നു പോയി. ഞാനിത് ഫുൾ ചാർജ് ചെയ്തതാണ്, പക്ഷേ എന്ത് പറ്റിയെന്ന് ഒരു പിടിയില്ല. ചാർജ് തീർന്നു, പക്ഷേ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പൈതൽമല എത്തി. ഇവിടെ നല്ല വെയിലാണ്, നല്ല മഞ്ഞൊക്കെ ഉണ്ടാകുന്നൊക്കെ പ്രതീക്ഷിച്ച് ഒരുപാട് പ്രതീക്ഷയോടുകൂടി വന്നതാണ്. പക്ഷേ പൂരിഞ്ഞ വെയിലാണ്. പൈതൽമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൈതൽമലയ്ക്ക് മറ്റൊരു പേരും കൂടി ഉണ്ട്, വൈതൽമല. അങ്ങനെ ഒരു പേര് വരാൻ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത്, ഹിസ്റ്ററി പറഞ്ഞ് ബോറടിപ്പിക്കുന്നതല്ല, പണ്ട് കാലത്ത് ഇവിടെ ഒരു വൈതക്കോം എന്ന് പറഞ്ഞ രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ഒളിവിൽ കഴിഞ്ഞ സ്ഥലമാണ് പൈതൽമല. അങ്ങനെയാണ് വൈതൽമല എന്നറിയപ്പെടുന്നത്. അതിവിടെ അല്ല, ആ ഒരു ലൊക്കേഷൻ ആലക്കോട് ഭാഗത്തൂടെ വന്നിട്ട് വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെയാണ് ശരിക്കും അതിൻ്റെ ഹിസ്റ്ററിക്കൽ കാര്യങ്ങളൊക്കെ കാണാറുള്ളത്. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ, വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏഴിമല നേവൽ ബേസ് കാണാം, നമ്മുടെ എയർപോർട്ട് കാണാം, പിന്നെ നമ്മുടെ വളപട്ടണം കാണാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ കൂർഗ് മലനിരകൾ കാണാൻ പറ്റും. കർണാടക ബോർഡറായിട്ട് ചേർന്ന സ്ഥലമാണ്. പിന്നെ
പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിലെ ഏറ്റവും വലിയ 1371 മീറ്റർ അടി ഉയരത്തിലാണ് ഇവിടെ പൈതൽ മല. അതൊക്കെയാണ് പൈതൽ മലയെ കുറിച്ചിട്ട് ജനറലായിട്ട് പറയാനുള്ള കാര്യം. നമുക്കപ്പോൾ ഇവിടുത്തെ കുറച്ച് വ്യൂസൊക്കെ കണ്ടിട്ട് മടങ്ങാം. കാരണം ഈ വെയിലത്ത് ഇവിടെ നിന്നിട്ട് എന്താണ് കാര്യം. അപ്പോൾ ഒരു ചൂടൻ വ്ളോഗ് തീർന്നിരിക്കുകയാണ്. നട്ടുവെച്ച പൊരി വെയിലത്ത് പൈതൽ മല കയറിപ്പോയ നമുക്ക് പ്രാന്ത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അവിടെ നല്ല കാറ്റും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പ്രാന്തന്മാർ കുറേ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങോട്ട് വരാൻ വിചാരിക്കുന്ന ആൾക്കാർ മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ ഡിസംബർ ടൈമിലാണ് വരാൻ നോക്കുക. എങ്കിലേ ഇവിടെ കുറച്ച് കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇവിടെ ഫുൾ വെയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താല്പര്യമുള്ളവർ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന ഇനി പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ദിസ് ഈസ് ഗോകുൽ കേശവ് ഫ്രം ബ്ലാക്ക് ടീ വ്ലോഗ്സ് സൈനിങ് ഓഫ്.